ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കോളൂ ഇസ്ലാം എന്താണ്. മുജാഹിദുകൾ മനസ്സിലാക്കിക്കോ, ബാക്കിയുള്ളവർ മനസ്സിലാക്കി. ഒരു ഈച്ചയെങ്കിലും ബലിയറുക്കണം. അപ്പൊ അതിൽ ഒരാൾ ചിന്തിച്ചു, ഒരു ഈച്ചപ്പോ വലിയൊരു കാര്യമാണ്. സഹോദരിമാര് പ്രത്യേകം കേട്ടോളൂ, പഠിച്ചോളൂ, ഇല്ലേ ആഖിറം നഷ്ടപ്പെട്ടു. ഒരു ഈച്ചയെ അറുക്കൽ ഇത്ര പ്രയാസമുള്ള കാര്യമാണോ? അപ്പൊ അയാൾ ഈച്ചയെ അറക്കാൻ തയ്യാറായി. ഈച്ചയെ ബലിയറുത്താൽ അയാളെ മോചിതനാക്കാമെന്ന് നാട്ടുകാർ തീരുമാനിച്ചു. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഈച്ചയെ അറക്കില്ല, ഞാൻ ഒന്നും അറക്കില്ല, ഈച്ചയെ മാത്രമല്ല കൊതുകിനെ പോലും അറക്കില്ല, അറുത്തിട്ടില്ലെങ്കിൽ കൊല്ലുന്നു പറഞ്ഞു. അപ്പൊ ഒരാള് വിചാരിക്കണെന്ത്, ഒരു ഈച്ചയെ അറുത്താ വലിയ കുഴപ്പമൊന്നും ഇവിടെ ഇല്ലല്ലോ, എനിക്ക് എന്റെ ജീവിതം രക്ഷപ്പെട്ട് കുടുംബത്തിലേക്ക് പോകാമല്ലോ. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി, അയാള് ഈച്ചയെ ബലിയറുത്തു. മറ്റേ ആള് ഈച്ചയെ ബലി അറുത്തില്ല. ഈച്ചയെ ബലിയറക്കാത്തവനെ അവർ ബലിയറുത്തു. ഒരു ഈച്ചയെ അറക്കാൻ തയ്യാറാകാത്തവനെ അവരറുത്തുകളാം. ഈച്ചയെ ബലിയറുത്തവനെ അവർ ഫ്രീ ആക്കി വിട്ടു. ഈ ഒരു സമീപനത്തിൽ നമുക്കുള്ള പാഠം എന്താണ്? ബാക്കി ഞാൻ പിന്നെ പറയും. പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ സോളിഡാരിറ്റി, പോപ്പുലർ ഫണ്ട്, അയഞ്ഞ നിലപാടുള്ളവരൊക്കെ ഈച്ചനെ ബലി അറുത്തവന്റെ മില്ലത്ത് പിൻപറ്റും. സോളിഡാരിറ്റി പ്രത്യേകിച്ച്. അതെന്താ അങ്ങനെ പറയാൻ? സോളിഡാരിറ്റി അങ്ങനെ എഴുതിയിട്ടുണ്ട്. മുജാഹിദുകൾ ഭീകരവാദികളാകുന്നു എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതി സി ദാവൂദ് മാധ്യമത്തിൽ കഴിഞ്ഞ റമദാനിന്റെ ആ സന്ദർഭത്തിൽ. അതിൽ പറയുന്നത് മുജാഹിദുകൾ ഭീകരവാദികളാണ്. കാരണം എന്താണ്? ഓണത്തിന്റെ ചോറ് കഴിക്കൂല, വിഷുവിന്റെ ചോറ് കഴിക്കൂല, ക്രിസ്തുമസിന്റെ ചോറ് കഴിക്കൂല. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് മുജാഹിദുകൾ ആരാ? ഭീകരവാദികളാണ്. നബിദിനത്തിന്റെ ചോറും തിന്നൂലെന്ന് എന്തേ ഓല് പറയാത്ത നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഭീകരവാദികളാണ്. ശരി, ഇനി ഈ സംഭവത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് വന്നിട്ട് സി ദാവൂദിന് ഇസ്ലാം ഉണ്ടോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുജാഹിദുകൾക്ക് ഇസ്ലാം ഉണ്ടോ അതാണ് പരിശോധിക്കുന്നത്. ഈച്ചയെ അറുത്ത വ്യക്തി നരകത്തിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ, ഞാനല്ല, ഈച്ചയെ അറുക്കാതെ അവരാൽ അറുക്കപ്പെട്ട വ്യക്തി സ്വർഗത്തിലും. ഒരു ഈച്ചയെ പോലും ഞാൻ അറക്കില്ല എന്ന് വാശി പിടിക്കുകയും ഈച്ചയെ അറക്കാതെ അവരുടെ കൈകളാൽ കൊല്ലപ്പെടുകയും ചെയ്ത വ്യക്തി സ്വർഗത്തിൽ. ഒരു ഈച്ചയല്ലേ, അതിനർത്താൽ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് വിചാരിച്ച സീതാവൂദിന്റെ പൂർവികൻ നരകത്തിലും പോയി. നമ്മൾ ഏത് സ്വീകരിക്കും? ആദർശമാണല്ലോ നമ്മുടെ വിഷയം. നമ്മൾ ഇതിൽ ഏത് സ്വീകരിക്കും? മൊയ്തീൻ ശൈഖിന് വേണ്ടി ബലിയിറക്കണം. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ കായംകുളത്ത് ഒരു കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ കായംകുളത്ത് ഒരു കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ കടയിൽ അദ്ദേഹം ഇരിക്കുന്നതിനിടയിൽ ഒരു കുട്ടനാടിനെ അങ്ങോട്ട് കടന്നു, ഒരു കുട്ടനാട് അങ്ങോട്ട് കടന്നു വന്നു. ആ കടക്കാരന്റെ അരി തിന്നാൻ തുടങ്ങി. അരി തിന്നാൻ തുടങ്ങിയപ്പോ കടക്കാരനോട് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ചോദിച്ചു, എന്താ നീ അതിനെ ആടിനെ അകറ്റാത്തത്, തെളിക്കാത്തത്? അപ്പൊ ആ കടക്കാരൻ പറഞ്ഞു, ഇത് മൊയ്തീനാടാണ്. മൊയ്തീനാടോ? ഏറിയ ആടിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് മൊയ്തീനാടാ. മൊയ്തീൻ ശൈഖിന് നേർച്ച നേർന്ന മൊയ്തീനാടാണ്. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ കരഞ്ഞു. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ പിന്നീട് എഴുതി പ്രസംഗിച്ചു, ആട് മൊയ്തീനും ആവൂല, മൊയ്തീൻ ആടും ആവൂല. ആട് മൊയ്തീനും ആവൂല, മൊയ്തീൻ ആടും ആവൂല. കേരള സമൂഹത്തിന്റെ പൂർവകാലാവസ്ഥ ഇതാണ്. ഇന്നും ഇത് ഭിന്നമല്ല. മൊയ്തീൻ ശൈഖിന്റെ പേരിൽ നേർച്ച നേർന്ന ആട്,
ഇത് നിങ്ങൾ സൂറത്ത് അൻആം വായിച്ചാൽ അബൂജഹലും അങ്ങനെ നേർച്ച നേർന്നിരുന്നു ആടിനെ. ശൈഖന്മാർക്ക് അബൂ സുഫിയാൻ നേർച്ച നേർന്നിരുന്നു ആടിനെ. അവരുടെ പേര് തന്നെ, ആ മൃഗങ്ങളുടെ പേര് തന്നെ അൻആമിൽ പറയുന്നുണ്ട്, അല്ലാഹു അല്ലാത്തവർക്ക് അവർ നേർച്ച നേർന്ന മൃഗങ്ങൾ. നബി പറഞ്ഞത് അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്നല്ല, അത് ശിർക്കാണെന്നാ പറഞ്ഞത്. അൻആം വായിച്ച ഒരാളും സമസ്തക്കാരനാവില്ല. സൂറത്ത് അൻആം 6-ാം അധ്യായം ഒരാവർത്തി വായിക്കാം, 7-ാം അധ്യായം വായിക്കാം, പിന്നെ ഒരായുസ്സിൽ ഒരിക്കലും സമസ്തക്കാരനാവില്ല. അപ്പൊ നിങ്ങൾ ഇതൊന്നും പോലും വായിച്ചിട്ടില്ലേ? ഇല്ല. കാന്തപുരം പോലും വായിച്ചിട്ടില്ല. വെറുതെ പറയല്ല. നിങ്ങൾ ചോദിച്ചു നോക്കി, സൂറത്ത് അറാഫ് അൻആമും പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടോ? അർത്ഥം അറിയോ? ഇല്ല. ആശയം അറിയോ? ഇല്ല. അതാണ്. അത് വായിച്ചിട്ട് അള്ളാനെ പേടിക്കുന്ന ഒരുത്തൻ അതിനെ ഫോളോ ചെയ്യാതിരിക്കുവോ? സൂറത്ത് അൻആമിലും അറാഫിൽ ഒരു കഥ പറയുന്നു. വിവാഹം കഴിച്ചു കുട്ടികളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിവാഹം കഴിച്ചിട്ട് കുട്ടികളെ അവർ അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. അല്ലാഹുവേ എന്റെ ഭാര്യയും ഗർഭം ധരിക്കണേ എന്ന് ഭർത്താവും, അല്ലാഹുവേ എന്റെ ഭർത്താവിനാൽ ഞാൻ ഗർഭം ധരിക്കണേ എന്ന് ഭാര്യയും പ്രാർത്ഥിച്ചു. കുറെ കാലത്തിന് ശേഷം ഭാര്യ ഗർഭിണിയായി. അറാഫ് പറയണം, കഥാരൂപേണ നമുക്ക് വിശദീകരിച്ചില്ലേ. ഗർഭിണിയായി അവർ അല്ലാഹുവിനെ സ്തുതിച്ചു. ഗർഭിണിയായപ്പോ അവർ വീണ്ടും പ്രാർത്ഥിച്ചു, പടച്ചോനെ സാലിഹായ ഒരു കുട്ടിനെ തരണേ. അങ്ങനെ അല്ലാഹു അവർക്ക് നല്ലൊരു കുട്ടിനെ നൽകി. അവര് പ്രസവിച്ചപ്പോൾ അല്ല പറയാം, ഇത് ഇന്ന ശൈഖിന്റെ ബർക്കത്ത് കൊണ്ടാണ് എന്ന് അവർ രണ്ടുപേരും പറയും. അവരതാ ശിർക്ക് ചെയ്യുന്നു എന്നാണ് പിന്നെ അല്ലാഹു പറയുന്നത്. സൂറത്ത് അറാഫ് വായിച്ച സമസ്തക്കാരനാവൂല എന്ന് ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ? കുട്ടിനെ കിട്ടാൻ അല്ലാഹുവിനോട് വരുന്നു. കുട്ടിനെ കിട്ടിയപ്പോ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അല്ല പറയാ അത് ശിർക്കാണ്. അപ്പൊ പിന്നെ മുജാഹിദുകൾ വെറുതെ മുശ്രിക്കാക്കിയതാ, അല്ല മുശ്രിക്കാന്ന് പറഞ്ഞു. അയ്യ നമ്മളും പറഞ്ഞു, അത്രയുള്ളൂ. അല്ലാഹു പറഞ്ഞ അത് ശിർക്കാണ്, ഞങ്ങളും പറഞ്ഞ ശിർക്കാണ്. അല്ല പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറയാ, കള്ളം പറയാതെ പറയാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്പം ജനകീയമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പച്ചയായി പറഞ്ഞാൽ ഒരു ഗൗരവപ്പെട്ട ചർച്ചക്ക് ഈ സംവിധാനം ശരിയായിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിന് അതിന്റെ ഏറ്റവും പ്രധാനമായ വിശ്വാസങ്ങളിൽ ഒന്ന് ഏകദൈവ ആരാധന. ഈ ഏകദൈവ ആരാധന എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് അല്ലാഹു എന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിനെ അറിയാത്തതാണ് ലോകത്ത് അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തതല്ല കേട്ടോ കുഴപ്പം, അല്ലാഹനെ ശരിക്കും അറിയാത്തത്. അത്ഭുതകരമായ വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഖുർആനിലെ 12-ാം അധ്യായം 106-ാമത്തെ വചനമാണിത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഞാൻ അർത്ഥം വെക്കുന്നില്ല, നിങ്ങള് ഉസ്താദുമാരെ കൊണ്ട് അർത്ഥം വെപ്പിക്കും. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്. മനുഷ്യരിൽ അധിക ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. എങ്ങനെയായിക്കൊണ്ടല്ലാതെ? അവനിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അഥവാ മഹാഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. എങ്ങനെ? ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. ഏതുപോലെ? ഭാസ്കരൻ കള്ള് കുടിച്ചിട്ടേയില്ല, അച്ചാറ് തൊട്ടുകൂട്ടാതെ. മനസ്സിലായില്ലേ? ഭാസ്കരൻ കള്ള് കുടിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ടില്ല എന്ന അച്ചാറ് തൊട്ടുകൂട്ടാതെ എന്ന് പറഞ്ഞാൽ അച്ചാറില്ലാതെ ഒരു കള്ളു കുടിക്കലേ ഇല്ല. ഖുറാഫിയുടെ വേണേൻ എന്ത് പറയും? അധിക ജനങ്ങളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നല്ലേ അല്ലാഹ് പറഞ്ഞു, ബാക്കി പറയൂല. അതുകൊണ്ടാണ് ആ ഉദാഹരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫിറ്റ് ആവും തോന്നിയിട്ടാണ്. ഇനി നിങ്ങൾ മറക്കൂല, ഇനി നിങ്ങൾ ആരും മറക്കൂല, ആണും മറക്കൂല, പെണ്ണും മറക്കൂല, അല്ലേ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മഹാഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് ശിർക്ക് ചെയ്തുകൊണ്ട്. അപ്പൊ ശിർക്കോട് കൂടിയുള്ള